നമസ്കാരം. ഹരിയാനയിലെ ഹിസാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒ.പി. ജിണ്ടാൽ ഗ്രൂപ്പ് സിഇഒയുമായ സാവിത്രി ജിണ്ടാലിന് മിന്നും ജയം. ബി.ജെ.പിയുടെ കമൽ ഗുപ്ത, കോൺഗ്രസിന്റെ രാം നിവാസ് രാറ എന്നിവരെ കീഴടക്കിയാണ് ഹിസാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. 18,941 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സാവിത്രിയുടെ ജയം. ബി.ജെ.പിയുടെ കുരുക്ഷേത്ര എം.പി നവീൻ ജിണ്ടാലിന്റെ മാതാവ് കൂടിയാണ് സാവിത്രി ജിണ്ടാൽ. ബി.ജെ.പി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു സാവിത്രി സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. സാവിത്രിയുടെ ഭർത്താവും ജിണ്ടാൽ ഗ്രൂപ്പ് സ്ഥാപകനുമായ ഓംപ്രകാശ് ജിണ്ടാൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹിസാറിൽ നിന്ന് വിജയിച്ചിരുന്നു. 1991-ലും 2000-ലും 2005-ലുമായിരുന്നു ഇത്. 2005-ൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാരിലും മന്ത്രിയായിരുന്നു. ഭർത്താവിന്റെ മരണശേഷമാണ് സാവിത്രി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ഹരിയാന നിയമസഭയിൽ ഹിസാറിലെ ജനങ്ങളുടെ ശബ്ദം എന്ന ടാഗ് ലൈനിലൂടെയാണ് സാവിത്രി ജിണ്ടാൽ ഇത്തവണ മത്സര രംഗത്തെത്തിയത്. 20 കൊല്ലത്തോളം കോൺഗ്രസിന്റെ വിശ്വസ്ത സഹചാരിണിയായിരുന്നു സാവിത്രി ജിണ്ടാൽ. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതും 2 തവണ എം.എൽ.എ ആയിരുന്നിട്ടും ബി.ജെ.പി സീറ്റ് നിഷേധിച്ചതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ഇത്തവണത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയും ജിണ്ടാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണുമായ സാവിത്രി ജിണ്ടാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ചത്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും എം.എൽ.എയുമായ കമൽ ഗുപ്തയായിരുന്നു സാവിത്രി ജിണ്ടാലിന്റെ പ്രധാന എതിരാളി. സീറ്റ് നൽകാൻ ബി.ജെ.പി വിസമ്മതിച്ചതോടെയാണ് സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തീരുമാനം സാവിത്രി ജിണ്ടാൽ കൈക്കൊണ്ടത്. ഹിസാറിലെ ജനത തന്റെ കുടുംബമാണെന്നും അവരുടെ ആഗ്രഹപ്രകാരമാണ് താൻ മത്സരിക്കാനുള്ള തീരുമാനത്തിലെത്തിയതെന്നും അവർ പ്രതികരിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ താൻ ശബ്ദമുയർത്തുമെന്നും അവർ പറഞ്ഞു. ജിണ്ടാൽ കുടുംബം എക്കാലവും ഹിസാറിനെ സേവിക്കുന്നതിൽ സന്തോഷിക്കുന്നതായും ജനങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും കാത്തുസൂക്ഷിക്കാൻ താൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധയാണെന്നും 74-കാരിയായ സാവിത്രി കൂട്ടിച്ചേർത്തു. $36.3 ബില്യൺ, അതായത് ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ആസ്തിക്ക് ഉടമയാണ് സാവിത്രി. സെപ്റ്റംബർ 28-ന് പ്രസിദ്ധീകരിച്ച ബ്ലൂംബെർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് സാവിത്രിയുടെ സ്ഥാനം. രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളുടെ പട്ടികയിൽ ആദ്യ 10-ൽ ഉൾപ്പെട്ട ഏക വനിത കൂടിയാണിവർ. 2005-ൽ ഭർത്താവ് ഓംപ്രകാശ് ജിണ്ടാലിന്റെ മരണത്തോടെയാണ് ജിണ്ടാൽ എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ നേതൃനിരയിലേക്ക് സാവിത്രി കടന്നു വന്നത്. സ്റ്റീൽ നിർമ്മാണം, ഖനനം, ഊർജ്ജോൽപാദനം തുടങ്ങി സുപ്രധാന മേഖലകളിൽ പ്രമുഖ സ്ഥാനത്തുള്ള കമ്പനിയാണ് ഓംപ്രകാശ് ജിണ്ടാൽ സ്ഥാപിച്ച ജിണ്ടാൽ. പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും സാവിത്രിക്ക് ലഭിച്ചു. സാവിത്രിയുടെ പ്രവർത്തന നേതൃനേട്ടങ്ങൾ ലോകത്തിലെ വനിതാ സംരംഭകർക്കും വ്യവസായ നേതൃത്വങ്ങൾക്കും വലിയ പ്രചോദനം കൂടിയാണ് സാവിത്രി ജിണ്ടാൽ. എം.എൽ.എ എന്ന നിലയിൽ സാവിത്രി ജിണ്ടാൽ 2 തവണ ഹിസാറിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2005-ലാണ് ആദ്യമായി സാവിത്രി നിയമസഭയിലേക്ക് എത്തിയത്. 2009-ൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സാവിത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു. 2014-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2 പതിറ്റാണ്ടുകാലം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ച അവർ മകൻ നവീൻ ജിണ്ടാലിന് പിന്നാലെയാണ് ഇക്കൊല്ലം മാർച്ചിൽ ബി.ജെ.പിയിൽ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നവീൻ ജിണ്ടാൽ ഉൾപ്പെടെയുള്ള ജിണ്ടാൽ കുടുംബം കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുന്നത്. ഇക്കുറി നാമനിർദ്ദേശ പത്രികയിൽ സാവിത്രി നൽകിയ കണക്കുകൾ പ്രകാരം ആസ്തി 270.66 കോടി രൂപയാണ്. 2009-ലെ തെരഞ്ഞെടുപ്പിൽ ആസ്തി 43.68 കോടിയായിരുന്നു. 2014-ലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വത്ത് 113 കോടി വർദ്ധിച്ചു. ഫോബ്സ് മാഗസിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ശതകോടീശ്വരയായ ഏക വനിത സാവിത്രിയാണ്. ഈ കഴിഞ്ഞ ആഗസ്റ്റിൽ ജിണ്ടാൽ ഗ്രൂപ്പിന്റെ ആസ്തി $39.5 ബില്യൺ കണക്കാക്കപ്പെടുന്നത്. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തേക്ക് സാവിത്രി എത്തുകയായിരുന്നു. ഇന്ത്യയിലെ 10 ശതകോടീശ്വരന്മാരിൽ ഒരാളും സാവിത്രിയാണ്.